ഇന്നത്തെ വർക്ക് എങ്ങനെയുണ്ട്, സക്സസ് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഏകദേശം സക്സസ് ആയിട്ടുണ്ട്. എങ്കിലും എവിടെയോ എന്തോ ഒരു അപാകത ഇല്ലാതില്ല. വാട്ട് എവർ, ഇതുപോലെയുള്ള നല്ല കോമ്പിനേഷനുള്ള ഏതെങ്കിലും 2 കളേഴ്സ് എടുത്തിട്ട് ഓടി വന്നോ. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഫോം ക്ലേ ആണ്. ഫോം ക്ലേയുടെ 1-2 വീഡിയോസ് ഓൾറെഡി ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവർക്ക് ഇഷ്ടമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ യെല്ലോ കളറും അതുപോലെ റെഡും ആണ്. അപ്പോൾ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ കുട്ടി കുട്ടി ബോൾസ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഫ്ലവർ ആട്ടോ. നമ്മൾ ഈ ഫോം ക്ലേ വെച്ച് ഇപ്പോൾ ബേസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ കാണുന്നത് ഇതുപോലത്തേക്കുള്ള സിമ്പിൾ ആയിട്ടുള്ള ഫ്ലവേഴ്സാണ്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ബേസിക് ആയിട്ടുള്ള പരിപാടി കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ കുറേ കുട്ടി കുട്ടി ബോൾസ് ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് അത് കുറച്ച് വിരൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തീരെ ഒരുമാതിരി ബൾജ് ചെയ്തിരിക്കത്തില്ല. ആദ്യം ഞാൻ കരുതി ഒരു 4-5 ഇതിലൊക്കെ വെച്ചിട്ട് ചെയ്യാമെന്നാണ്. പിന്നെ ഞാൻ കരുതി വേണ്ട, നമുക്ക് ആദ്യം ഒരു 3 ഇതിൽ വെച്ചിട്ട് ചെയ്യാം. ഇവിടെ എനിക്ക് ചെറുതായിട്ടൊരു പണി കിട്ടിയിട്ടുണ്ട്. വേറൊന്നുമല്ല, ആ ഒരു പൂവിൻ്റെ ഇതളില്ലേ അതേ വലിപ്പത്തിൽ തന്നെ ഞാൻ ഒരു പൂമ്പൊടിയുടെ ആ ഒരു പോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ റെഡ് കളറിലെ ക്ലേ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത്രയും വേണ്ട, കുറച്ചുകൂടെ ചെറിയ സൈസിൽ എടുക്കണമായിരുന്നു. പിന്നെ ഞാൻ ഒരു വിധത്തിൽ കൈയൊക്കെ വെച്ച് ഇതിലൊക്കെ ഒന്ന് വലുതാക്കിയൊക്കെ നോക്കി. പക്ഷെ എന്നാലും നമ്മൾ ഈ ഏച്ച് കെട്ടിയാൽ മുഴച്ചിരിക്കുമെന്നൊക്കെ പറയത്തില്ലേ, ഏകദേശം അതുപോലെയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ വിചാരിച്ചു ഓക്കെ, നമുക്ക് അടുത്തത് നല്ല കറക്റ്റായിട്ട് ചെയ്യാം. അങ്ങനെ അടുത്തത് ഞാൻ കുറച്ചുകൂടെ എന്താ പറയുക പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്തത്. പിന്നെ നമുക്കിത് ഈ ഒരു ക്ലേയുടെ കൂടെ കിട്ടുന്ന ടൂളാട്ടോ ഇത്. ഇങ്ങനെയൊക്കെയുള്ള ടൂൾസ് കിട്ടുന്നത് ഭയങ്കര ഈസിയാണ്. അതായത് നമ്മുടെ വർക്ക് നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ഞാൻ പൂമ്പൊടി കുറേ കൂടെ നല്ല ചെറിയൊരു ബോളായിട്ടാണ് ഞാൻ എടുത്തത്. ആദ്യം ഞാനൊരു ചെറിയൊരു ബോൾ എടുത്തു. പിന്നെ എനിക്ക് തോന്നി ഇനി എങ്ങാനും പണി പാളിയാലോ, അപ്പോൾ കുറച്ചുകൂടെ ചെറുതെടുക്കാം. അങ്ങനെ മാക്സിമം ഒരു ചെറിയ ബോളൊക്കെ എടുത്തത് ആ ഒരു ടൂൾ വെച്ച് തന്നെ ചെറുതായിട്ടൊരു അൺഈവൻ ആയിട്ടുള്ള ഒരു സർഫസ് ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുത്തോട്ടോ. പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു പൂമ്പൊടിയുടെ സൈസൊക്കെ ചെറുതായപ്പോഴത്തേക്കും അടിപൊളിയാണ്. പിന്നെ ഇത് ചുവരിലെങ്ങാനും ഒട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ട് ഒട്ടിച്ച് നോക്കി. പക്ഷേ ഒട്ടുന്നൊന്നുമില്ല. നമ്മുടെ ഈ ഒരു മോതിരം സ്ലൈഡ് അങ്ങനെയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൽ ഏത് പൂവാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എനിക്ക് ഇഷ്ടപ്പെട്ടത് രണ്ടാമത് ചെയ്താട്ടോ. അത് ഈ കാണിക്കുന്ന പൂവ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട്. മറ്റേതും കുഴപ്പമില്ല, പൂമ്പൊടിയുടെ വലിപ്പം കുറച്ച് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരുന്നേനെ. അപ്പോൾ വാട്ട് എവർ, അടുത്തിനി എന്താ ചെയ്യേണ്ടതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ.